ചായ കുടിക്കാൻ അവരെന്റെ ഫ്രണ്ട്സാ. എനിക്കിന്ന് സാലറി കിട്ടിയ ദിവസം. ഇന്ന് നേരത്തെയാ? സാധാരണ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണ ആളാ. ഇപ്പൊ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അത് ഈ ബാഗൊക്കെ പിടിച്ചിട്ട്. അല്ല, ഇതെന്ത് ബാഗൊക്കെ ഇട്ടിട്ട്? ഇതെങ്ങോട്ടാ? നാട്ടിൽ പോവാടോ മാഷേ. ഫ്രണ്ട്സ് ആയപ്പോ ഹാപ്പി. ഹാപ്പി. ഈ ആമ്പിള്ളേർക്കൊരു പ്രശ്നമുണ്ട്. ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ഹാപ്പി ആണെന്ന് പറയും, ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെ ആണെന്ന് പറയും. പക്ഷെ ഇത് രണ്ടും ആയിരിക്കില്ല. അത് പക്ഷെ പെൺപിള്ളേർക്ക് മനസ്സിലാവാറില്ലല്ലോ. അതൊക്കെ ഞങ്ങൾ മനസ്സിലാവാത്ത പോലെ നിൽക്കണല്ലേ. കോണ്ടാക്ട് നമ്പർ താ. എനിക്ക് നിന്റെ അടുത്ത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ചോദിച്ചിട്ട് നീ തന്നില്ലെങ്കിൽ എനിക്കത് നാണക്കേടാവില്ലോ എന്ന് വെച്ചിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നു. എനിക്കേ നിന്റെ അടുത്ത് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഓർഗാനിക് ആയിട്ട് ഉണ്ടായതല്ല. നീ എൻ്റെ പിന്നാലെ നടന്നുണ്ടായതാ. ബാക്കിയുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് പെരുമാറുന്ന പോലെ പെരുമാറാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. ഇത് എത്ര കാലം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. രണ്ട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചേസ് ചെയ്ത് പിടിക്കാൻ പാടില്ല എന്ന് പറയും. ഒന്ന് ട്രൂ ലവും ട്രൂ ഫ്രണ്ട്ഷിപ്പും. അത് നമ്മളിലേക്ക് തനിയെ വരണം. അത് നീ പേടിക്കണ്ട. ഞാൻ നിനക്ക് എന്തായാലും ഒരു ശല്യമായിരിക്കില്ല. നല്ലൊരു ഫ്രണ്ടായിരിക്കും. അത് നിനക്ക് ഫ്യൂച്ചറിൽ എന്തായാലും മനസ്സിലാവും. ഓക്കെ, വെയിറ്റ് എടുത്ത് നിൽക്കണ്ട, ഞാൻ പോവാൻ നോക്ക്. തനിക്ക് ലൈസൻസ് ഒക്കെ ഉള്ളതല്ലോ, ഒരു വണ്ടി കൊണ്ടുവന്നൂടെ? 2 ആഴ്ചക്കുള്ള ഡ്രസ് ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഫ്രണ്ട്ഷിപ്പും ലവും ഒരാൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലൊരു ഫീല്.